ഫ്രണ്ട്സ്, ഇന്ന് അച്ചൂസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ദിവസം ഇപ്പം നോക്കുമ്പോൾ കുറച്ച് നല്ല കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ കല്ലുമ്മക്കായ കൂടുതൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ജില്ലേൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് നാച്ചുറലായിട്ടുള്ള കല്ലുമ്മക്കായ. അത് മറ്റു സ്ഥലങ്ങളിൽ എന്താണ് പറയാമെന്ന് നമുക്കറിയില്ല. എങ്കിലും തലശ്ശേരി വിട്ടിട്ട് കോഴിക്കോട് പോകുമ്പോഴാണ് നമ്മൾ ഈ സാധനം കൂടുതൽ കാണുക. പിന്നെ നാച്ചുറൽ അല്ലാണ്ട് നല്ല ഈ ചെറിയ ചൂടിയിലെല്ലാം കെട്ടി വളർത്തുന്ന കല്ലുമ്മക്കായും നമ്മൾ കിട്ടും. പക്ഷേ ഇത് നാച്ചുറലായിട്ടുള്ള കല്ലുമ്മക്കായാണ്. ഇത് നല്ലൊരു ടേസ്റ്റിയാണ്. ഇത് നമ്മൾ പുഴുങ്ങിയെടുത്തതാണ്. നോക്കിക്കോളൂ, കുറച്ച് വലിയ കല്ലുമ്മക്കായാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെയാണ് ഇത് ചേർക്കുന്ന സാധനങ്ങൾ. വലിയ ഉള്ളി, സവാള 2 വലിയതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 3 വലിയ ഉള്ളിയുണ്ട്. 2 തരത്തിലാണ് ഉള്ളി അരിഞ്ഞിട്ടുള്ളത്, നീളത്തിലും ഒന്ന് ക്രോസ് കട്ട് ചെയ്തത്. പിന്നെ വെളുത്തുള്ളി ചതച്ചതും, ഇഞ്ചി, മറ്റൊന്ന് മുളക്, കാശ്മീരി മുളക്, അതായത് സാധാ മുളക് ഒരു 1.5 ടീസ്പൂണുണ്ട്, ഒരു 3/4 ടീസ്പൂണ് കാശ്മീരി മുളക്. പിന്നെ ഉള്ളത് ഗരം മസാലയാണ്. പിന്നെ ഇത് ഫിഷ് മസാലയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗരം മസാല ഇത് കാശ്മീരി മുളകും സാധാ മുളകും മിക്സ് ചെയ്തിട്ട്, പിന്നെ പച്ചമുളക് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളത്, അത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ മഞ്ഞൾ 1 ടീസ്പൂണ്, കുരുമുളക് 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു കല്ലുമ്മക്കായൻ്റെ ഒരു മസാല നമുക്ക് ഉണ്ടാക്കാം. അപ്പം കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ചെയ്യാൻ നമുക്ക് അതിന് മസാലയിൽ ചേർത്തിട്ട് കുറച്ച് സമയം വെക്കണം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ കല്ലുമ്മക്കായനെന്ന് പറഞ്ഞാൽ നമ്മൾ മുളകിൻ്റെ കാശ്മീരി മുളകും മഞ്ഞളും ഉപ്പൊക്കെ കൂട്ടിയിട്ട് അതിനെ ശരിക്കും പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അങ്ങനെ അതിനെ ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചിട്ട് എന്നാൽ പെട്ടെന്ന് എരിവൊക്കെ എന്ന് പറഞ്ഞാൽ പിടിക്കുമെന്ന് കളറും കിട്ടും. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഉള്ളിനെയാണ് എടുത്തിരുന്നത്. വലിയ ഉള്ളി, അതായത് സവാള. ഓക്കെ, സവാള നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് സമയം എടുക്കും തോന്നും. ഇത് നമ്മളെന്ന് പറഞ്ഞാൽ ക്രോസ് കട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം പറഞ്ഞാൽ ഒരുപാട്, അതായത് നമ്മൾ ഈ ഓംലെറ്റിനൊക്കെ ഉണ്ടാക്കുന്നവരുള്ള ഉള്ളി അരിയുന്നില്ല, അതുപോലെയാണ് ഇത് അരിഞ്ഞിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഇടുന്നത് തക്കാളിയാണ്. തക്കാളി ശ്രദ്ധിച്ചോ, 2 തരത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്രോസ് കട്ടാണ്, ഒന്ന് നീളത്തിലാണ്. അത് കുറച്ച് ഒരു വലിപ്പം നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമുളകാണ്. ഒരു 8-10 പച്ചമുളകല്ല. പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത മാതിരിയല്ല. ഇത് എന്ന് പകുതി ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത മാതിരി പകുതി ഞാൻ 2 കുളപ്പായിട്ടാണ് പച്ചമുളക് ഇട്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും ചതച്ച വെളുത്തുള്ളി ഉണ്ടല്ലേ. വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടല്ല ശരിക്കും നമ്മൾ ശരിക്കും ചതച്ചിട്ടാണ്. എന്നാലാണ് ഈ മസാല ചെയ്യുന്നത് പിടിക്കുക പെട്ടെന്ന്. ഓക്കെ, ഇനി പൊടികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊടികൾ യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ കുറച്ച് കട്ട പിടിക്കാൻ സാധ്യത നമ്മൾ പെട്ടെന്ന് ഇളക്കി അതിനെ യോജിപ്പിച്ചെടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ആദ്യം ഞാൻ കുരുമുളകാണ് ഇട്ടിരിക്കുന്നത്. കുരുമുളക് നമ്മളിതിൽ ഉപയോഗിച്ച് കഴിഞ്ഞു. നമ്മൾ മുളകും സാധാ മുളകും കാശ്മീരി മുളകും മിക്സ് ചെയ്തത്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കുക വേണ്ടത്. അടുത്തത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി അപ്പം പെട്ടെന്ന് പൊടി കഴിക്കും. കാരണം പൊടികൾ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് വരും ഇതായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നുന്നു, കുറച്ച് വെള്ളം ഇങ്ങനെ ചേർത്തിട്ടൊന്ന് ഉൾപ്പാക്കിയാൽ മതി. എന്നാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അടുത്തത് നമ്മൾ ഫിഷ് മസാലയുടെ പൊടി അത് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിതിനോട് കൂട്ടി യോജിപ്പിക്കുക.
ഇത് നമ്മുടെ ലാസ്റ്റ് ഗരം മസാലയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഗരം മസാല കണ്ടോ. അത് നമ്മുടെ ഈ പൊടികളെല്ലാം തന്നെ നമ്മുടെ അച്ചൂസ് ഫ്ലവർ മില്ലിൻ്റെ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് ഒന്നും നമുക്ക് സ്വന്തമായിട്ട് കൃഷിയൊന്നുമില്ല, അതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ്. ബാക്കി പൊടികളൊക്കെ നല്ല നമ്മുടെ സ്വന്തം സാധനം ഉപയോഗിച്ചിട്ട്, അപ്പോൾ അതിന് ടേസ്റ്റ് വേറെ തന്നെയാണ്. ഓക്കെ, ഇന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു മോൾക്ക് സ്പെഷ്യൽ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലാസ്റ്റ് ഒഴിക്കാൻ പോകുന്നത് പുളിയാണ്. ഒരു നാരങ്ങ വലുപ്പത്തിൽ, അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ആ പുളിനെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് കുറച്ച് സമയം വറ്റിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെ മസാലയ്ക്ക് ആവശ്യമായുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കണ്ടില്ലേ. ഇനിയിപ്പം ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നു. അതിന് ശേഷം വേണം നമുക്ക് കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മസാലയായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അതിനിടയിലൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കണം. ഉപ്പ് ഞാനിതിൽ ചേർക്കുന്നതായിട്ട് കാണിക്കുന്നില്ല, അത് ഒരാളുടെ ഇഷ്ടം മാതിരി. എങ്ങനെ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര പാകത്തിനുള്ള ഉപ്പ് അറിയാമല്ലോ, അപ്പോൾ അത് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായെന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം പുറത്ത് നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ ഒന്ന് ഫ്രൈ ആക്കണം. ഓക്കെ, എണ്ണ ചൂട് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കല്ലുമ്മക്കായും ഇതിലേക്ക് ഫ്രൈ പാനിലേക്ക് നല്ല എടുത്തിടാം. പറയാനൊരു രസമെടുക്കും. അങ്ങനെ കല്ലുമ്മക്കായ എങ്ങനെ അതാ നമ്മൾ എണ്ണയിൽ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. കണ്ടാ നീന്തി തുടിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, ഇത്രയും കല്ലുമ്മക്കായാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് സാമാന്യം വലുപ്പമുള്ള കല്ലുമ്മക്കായാണ് കിട്ടിയത്. അപ്പം എല്ലാത്തിലും മസാല പിടിച്ചിട്ടുണ്ട്. അപ്പം നോക്കാൻ ഇതൊന്ന് ശരിക്കും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് മസാലയായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇത് നമുക്ക് കറി അതിൽ നിന്ന് നമുക്ക് ചോറിനോടൊക്കെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ നല്ല ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ അങ്ങനെ എല്ലാത്തിനോടും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഡിഷാണിത്. നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഞങ്ങളുടെ അച്ചൂസ് കറി പൗഡേഴ്സിൻ്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങുക, ഉപയോഗിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അതെന്തായാലും ഞങ്ങളതിനെ എല്ലാ സ്പിരിറ്റോടു കൂടിയാണ് കാണുക. ഓക്കെ, ഞങ്ങൾക്ക് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവും, അതുകൊണ്ടാണ് ഫീഡ്ബാക്ക് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, ബൈ. കല്ലുമ്മക്കായ നല്ലോണം ഇതാ മൊരിഞ്ഞ് വരിക. കണ്ടാ, ഞാൻ രണ്ടാമത്തെ ഭാഗം മറിച്ചിട്ട് കണ്ടില്ലേ, അങ്ങനെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോഴേ കല്ലുമ്മക്കായ നമ്മൾ ഇതാ മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ചേർത്ത് മസാല കൂടെ നമ്മൾ കൂട്ടി യോജിക്കുക. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുണ്ട്. തിക്ക് മസാലയാണ്. വേണേൽ നമുക്കിങ്ങനെ നമ്മൾ ലൂസാക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതാണ് കാണിക്കുന്നത്, ലൂസാക്കാൻ പറ്റും. സാധാ പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാളും ബെറ്റർ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് പറഞ്ഞാൽ കുറച്ച് പുളിയാകുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അങ്ങനെ കടലമ്മക്കായ നമ്മുടെ മസാലയോട് ചേർന്നു. പക്ഷേ കടലമ്മക്കായയുടെ മസാലയും കളർ ഒന്നായതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതാണ് രസം. ഇതിനകത്തുണ്ട് സാധനം. അപ്പോൾ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോഴേ ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ബൈ പറയുകയാണ്. ഓക്കെ.